1591 കുത്ബ് ഷാഹി രാജവംശത്തിലെ അഞ്ചാമത്തെ ഭരണാധികാരിയായ മുഹമ്മദ് കുലി കുത്ബ് ഷായാണ് ഹൈദരാബാദ് നഗരം സ്ഥാപിച്ചത്. പ്ലേഗ് രോഗത്തിൽ നിന്ന് നഗരത്തെ രക്ഷിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം ചാർമിനാർ പണി കഴിപ്പിച്ചത്. ചാർമിനാറിന് ചുറ്റുമാണ് നഗരം വികസിപ്പിച്ചത്. നഗരത്തിന് തുടക്കത്തിൽ ഭാഗ്യനഗർ എന്നായിരുന്നു പേര് നൽകിയത്. സുൽത്താന് പ്രിയപ്പെട്ടവളായിരുന്ന ഭാഗമതി എന്ന നർത്തകിയുടെ പേരിലാണ് ഈ പേര് വന്നത്. പിന്നീട് ഭാഗമതി ഇസ്ലാം മതം സ്വീകരിക്കുകയും ഹൈദർ മഹൽ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അതോടെ നഗരം ഹൈദരാബാദ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. 16-17 നൂറ്റാണ്ടുകളിൽ ഹൈദരാബാദ് വജ്രവ്യാപാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പല വജ്രങ്ങളും, ഉദാഹരണത്തിന് കോഹിനൂർ, ഹൈദരാബാദിനടുത്തുള്ള ഗോൽക്കൊണ്ട ഖനികളിൽ നിന്നാണ് കണ്ടെത്തിയത്. കുതുബ് ഷാഹി ഭരണത്തിന് ശേഷം മുഗളന്മാർ നഗരം പിടിച്ചടക്കി. 1724 ഡെക്കാൻ പ്രദേശത്തിന്റെ വൈസ്രോയിയായിരുന്ന ആസഫ് ജാഹ് നിസാം അൽ മുൽക്ക് സ്വയംഭരണം പ്രഖ്യാപിച്ചു. ഇതോടെ ഹൈദരാബാദ് നിസാമുമാരുടെ തലസ്ഥാനമായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഹൈദരാബാദ് ഒരു സ്വതന്ത്ര രാജ്യമായി തുടരാൻ ആഗ്രഹിച്ചു. എന്നാൽ 1948 ഇന്ത്യൻ സൈന്യം സൈനിക നടപടിയിലൂടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി. ഹൈദരാബാദിന്റെ അവസാന നിസാമായിരുന്ന മിർ ഉസ്മാൻ അലി ഖാൻ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പേപ്പർ വെയിറ്റായി ഉപയോഗിച്ചിരുന്നത് പോലും ഒരു വജ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലുതും സമ്പന്നവുമായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലെങ്കിലും ബ്രിട്ടീഷ് സർക്കാരുമായി വിവിധ ഉടമ്പടികളിലൂടെ ഹൈദരാബാദിന് ഒരു പ്രത്യേക പദവി ലഭിച്ചിരുന്നു. ഇനി നമുക്ക് ഹൈദരാബാദിലെ പ്രധാന ആകർഷണങ്ങൾ നോക്കാം. ചരിത്രപരമായ ആകർഷണങ്ങൾ. ചാർമിനാർ. ഹൈദരാബാദിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഈ ചരിത്ര സ്മാരകം 1591 മുഹമ്മദ് കുലി കുത്ബ് ഷാ പണി കഴിപ്പിച്ചതാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗോൽക്കൊണ്ട കോട്ട. കുത്ബ് ഷാഹി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന ഈ കോട്ട അതിന്റെ വാസ്തുവിദ്യയുടെ പേരിലും ശബ്ദവിസ്മയത്തിനും വളരെ പ്രസിദ്ധമാണ്. ചൗമഹല പാലസ്. നിസാമുമാരുടെ കൊട്ടാരമായിരുന്ന ഇത് പേർഷ്യൻ യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സങ്കലനം കാണിക്കുന്നു. കുത്തബ് ഷാഹി ശവകുടീരങ്ങൾ. കുത്തുബ് ഷാഹി രാജവംശത്തിലെ 7 രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണിത്. പേർഷ്യൻ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സംയോജനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സാലർജിംഗ് മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും വലിയ ഏകാംഗ ശേഖരങ്ങളിൽ ഒന്നാണിത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ ഇവിടെയുണ്ട്. മതപരമായ സ്ഥലങ്ങൾ. മെക്ക മസ്ജിദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത്. ചാർമിനാറിനടുത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ബിർള മന്ദിർ. ഹുസൈൻ സാഗർ തടാകത്തിന് മുകളിലുള്ള ഒരു കുന്നിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണിത്. പൂർണ്ണമായും വെള്ള മാർബിളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിദത്തവും ആധുനികവുമായ ആകർഷണങ്ങൾ. ഹുസൈൻ സാഗർ തടാകം. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ തടാകത്തിന്റെ നടുവിൽ ഏകശിലയിൽ തീർത്ത ബുദ്ധന്റെ പ്രതിമയുണ്ട്. ബോട്ടിംഗ് സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. രാമോജി ഫിലിം സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ സമുച്ചയമാണിത്. സിനിമ ഷൂട്ടിംഗ് സെറ്റുകൾ, ഉദ്യാനങ്ങൾ, വിനോദങ്ങൾ എന്നിവ ഇവിടെ ആസ്വദിക്കാം. ലുംബിനി പാർക്ക്. ഹുസൈൻ സാഗർ തടാകത്തിന് സമീപമുള്ള ഈ പാർക്കിലെ ലേസർ ഷോക്ക് വളരെ പ്രസിദ്ധമാണ്. നെഹ്റു സുവോളജിക്കൽ പാർക്ക്. വിവിധ തരം മൃഗങ്ങളെയും പക്ഷികളെയും കാണാൻ സാധിക്കുന്ന ഒരു വലിയ മൃഗശാലയാണിത്. സഫാരി റൈഡുകളും ഇവിടെ അവൈലബിൾ ആണ്. സ്നോ വേൾഡ്. മഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്ക് സന്ദർശിക്കാൻ കഴിയുന്ന ഒരു ഇൻഡോർ മഞ്ഞുമൂടിയ വിനോദ കേന്ദ്രമാണിത്. ഹൈദരാബാദ് NTR ഗാർഡൻസ്. ഹുസൈൻ സാഗർ തടാകത്തിന് സമീപമുള്ള മനോഹരമായ ഒരു ഉദ്യാനമാണിത്. ഹൈദരാബാദിനെ കുറിച്ച് പറയുമ്പോൾ ബിരിയാണിയെക്കുറിച്ച് പറയാതെ പറ്റില്ല. ഹൈദരാബാദ് ബിരിയാണി ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ വിഭവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഹൈദരാബാദിലെ നൈസാമമാരുടെ കാലത്താണ് ഈ വിഭവം ഉത്ഭവിച്ചത്.